ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 60-ാമത്തെ സന്ദേശം. ഒരു വലിയ പ്രകാശത്തിൻ്റെ നടുവിൽ ദൈവപിതാവിനെ ഞാൻ കണ്ടു. ഈ പ്രകാശത്തിനും ഭൂമിക്കും ഇടയിലായി ക്രൂശിതനായ ഈശോയെ കണ്ടു. ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ മുറിവുകളിലൂടെ നോക്കേണ്ടിയിരുന്നു. ഈശോയെ പ്രതിയാണ് ദൈവം ഭൂമിയെ അനുഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് പരിശുദ്ധ ത്രിത്വത്തെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുമല്ലോ. പിതാവായ ദൈവം പുത്രനായ യേശുവിൻ്റെ തിരുമുറിവുകളിലൂടെ നോക്കി നൽകുന്ന അനുഗ്രഹം, തന്നെ ശക്തി ആണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ ത്രിത്വത്തെ നമ്മളിവിടെ കാണുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീന തന്ന ആ ഒരു ബോധ്യം തന്നെ ആഴത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഈശോയെ പ്രതിയാണ് ഈ ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതെന്ന് പറയുക. ഈശോയാണ് നമുക്ക് വിലയിട്ടത്. നാശത്തിൻ്റെയും മരണത്തിൻ്റെയും വിലയിലേക്ക് അധപ്പതിച്ചു പോയ നമ്മളെ നിത്യജീവന്റെ വിലയിലേക്ക് ഉയർത്തിയത് പുത്രനായ ദൈവമാണ്. ആദത്തിന് ഹൗവയ്ക്കും ദൈവം ഇട്ട വില ദൈവത്തിൻ്റെ തന്നെ ഛായയും സാദൃശ്യവും എന്ന വിലയാണ്. എന്നാൽ പാപം ചെയ്ത് അധപ്പതിച്ചു പോയപ്പോൾ ആദത്തിന് അവൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിൽ ഒരു പുത്രനെ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന മനുഷ്യവംശം മുഴുവനും അവൻ്റെ ആ ഒരു വീഴ്ചയിൽ പങ്കുചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈശോ ഒരു ഉയർച്ചയിലേക്ക് കടന്നു വന്നു. പിന്നീട് വന്ന എല്ലാവരും ഈശോയിലൂടെ ആ ഉയർപ്പിലേക്ക് പങ്കുചേരുകയാണ്. നമുക്ക് ഈശോയിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എന്നിട്ട് ഈശോയിലേക്ക് നോക്കി ഈശോയുടെ മുറിവുകളിലൂടെ പിതാവിലേക്ക് നോക്കിക്കൊണ്ട് പറയാം, പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.